യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിനകത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് പരിചയപ്പെടുത്തുക അല്ലേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം എന്താ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? 14:26 എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ സകലവും നിങ്ങളെ പഠിപ്പിക്കുകയും, അല്ലേ? സ്തോത്രം. ഹി ടീച്ച് യു ഓൾ തിങ്സ്, എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുറഞ്ഞതൊരു 6 കാര്യം. ഒന്ന്, നമ്മുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ സെരുബാബേലിൻ്റെ ചിന്തകളോടുള്ള ബന്ധത്തിൽ 6 അളവുകളെക്കുറിച്ച് പ്രസംഗിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിലൊന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, കഷ്ടതയെ ദൈവം അളക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ശത്രുവിൻ്റെ പ്രവർത്തികൾക്ക് ദൈവം ഒരളവ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വരിക. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ 3-ാമത്തെ ഒരളവുണ്ട്. നമ്മളുടെ പരിമിതികളെ ദൈവം അളക്കും. അത് ഉദ്ധാരണത്തിൻ്റെ അളവാണ്. ഒരു തിയോളജിക്കൽ ഡെഫിനിഷൻ ഒന്നും ഇല്ലാതെ ഞാനതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ സെരുബാബേലൊക്കെ ആലയം പണിയാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ അങ്ങ് ചിന്തിച്ച് നോക്കിക്കുക. പ്രാക്ടിക്കലായിട്ട് ഇന്നലെ സംസാരിച്ച അച്ഛനൊക്കെ ആർക്കിടെക്റ്റാണ്. സാധാരണ ഒരു ലാൻഡ് കാണിച്ചാൽ ആർക്കിടെക്റ്റ് ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? നമ്മൾ ആർക്കിടെക്റ്റ്, നിങ്ങളാരും കെട്ടിടമൊന്നും പണിയിപ്പിച്ചിട്ടില്ലേ? സ്തോത്രം. നമ്മൾ പറയും ഇത്രയും നീളവും ഇത്രയും വീതിയുള്ള ഒരു ഹോള്, അല്ലേ? അന്നേരം പുള്ളി ആദ്യം ഈ സ്ഥലം ഒന്ന് അളന്നു നോക്കും. എന്നുവെച്ച് വന്ന് പറയും എന്താ അതിന് പറ്റിയതല്ല, അല്ലെ പാസ്റ്റർ ഇച്ചിരി കൂടി ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കണം, അല്ലെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം. സ്തോത്രം. സെരുബാബേലിനോട് അളക്കാൻ പറഞ്ഞപ്പോൾ, അല്ല ദൂതനോട് അളക്കാൻ പറഞ്ഞപ്പോൾ, ദൂതൻ അളക്കുക, അല്ലേ? സക്കറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അല്ലേ? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൂതൻ വന്നേച്ചു പറഞ്ഞു, കർത്താവ് ഇവിടെ പണിയാൻ പറ്റിയ ഒരു പരിപാടി ഇല്ല. കാര്യം ഇത് പണിയാൻ പറ്റിയ ഒരു സ്ഥലം അല്ല. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂല് പിടിച്ചിരിക്കുന്ന പുരുഷനെ കണ്ടു. എവിടേക്ക് പോകുന്നുവെന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്നതിൻ്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, പുള്ളി നോക്കുക ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന്, ഇവിടെ ഒരു ആലയത്തിനുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്ന്. പുള്ളി വന്നേച്ച് ആർക്കിടെക്റ്റിൻ്റെ അഭിപ്രായം പറഞ്ഞു, അല്ലെ എൻജിനീയർ അഭിപ്രായം പറഞ്ഞു, ഇവിടെ ഇനി ഇത് പറ്റത്തില്ല. കാര്യം എന്നാ? ഒരു സൈഡ് വലിയൊരു മഹാപർവ്വതമാണ്, ഇപ്പുറത്തെ സൈഡ് എന്താ ആകപ്പാടെ വലിയൊരു കുഴിയാണ്. ഇവിടെ ഈ അളവൊന്നും ഇവിടെ പണിയാൻ പറ്റത്തില്ല. കാനഡയിൽ ഇതൊന്നും നടക്കത്തില്ല. സ്തോത്രം. അപ്പോഴേ ദൈവം പറഞ്ഞു, എടാ നീ കൃപാന്ന് ആർപ്പോടാണിക്കല് കയറ്റേ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? നിന്റെ മുമ്പ് നിൽക്കുന്ന ആ മഹാപർവ്വതം ഇല്ലേ, അതിൻ്റെ അടിവേര് ഞാൻ ഇളക്കും. അതിൻ്റെ അടിവേര് ഇളകെ ചതന്തി എന്നറിയോ? അത് തെറിച്ചു പോയി വീഴും. എവിടോട്ടാ വീഴുന്നെന്നറിയോ? എവിടാ സമഭൂമിയായി കിടക്കുന്നെന്നറിയോ? അവിടോട്ടത് വീണ് കഴിയുമ്പോഴത്തേന് ഇത് ആലയം പണിക്ക് വേണ്ടിയുള്ള ഒരു സമനിലമായി മാറും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ പരിമിതികളെ തൊട്ടാൽ, ദൈവാത്മാവ് ചെയ്യുന്ന 1-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമ്മുടെ പരിമിതികളെ തൊടും. എൻ്റെ അനുഭവം അത്. ഞാൻ ജനിച്ചു വളർന്നത് പെന്തിക്കോസിലാണ്. ഞാൻ ഇന്ന് വരെ ഒരു സിനിമാ കോട്ടടകത്ത് കയറിയിട്ടില്ല. ഞാനൊരു കള്ളം കുപ്പിയെ തൊട്ടിട്ടില്ല, ഞാനൊരു സിഗരറ്റെ പിടിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യൻ പോലും സ്വോത്രവും പറയത്തില്ലെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങളെ കൊണ്ട് സ്വോത്രം പറയിപ്പിക്കണേൽ ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ പെന്തിക്കോസുകാർക്കത് സാക്ഷിയാകത്തുള്ളൂ, അവരതിന് സ്വോത്രം പറയത്തുള്ളൂ. എന്താ ചെയ്യാൻ പറ്റും?
അല്ലേ പാസ്റ്റർ ടോം? നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത ആകെപ്പാടെ അറിയാവുന്ന പറയുന്ന പെന്തിക്കോസ് ഹോളിൻ്റെ സ്വത്രം. സത്യത്തിൽ അതാണോ സാക്ഷ്യം അതോ ഇതാണോ സാക്ഷ്യം? എല്ലാ മ്ലേച്ഛതയുടെയും പുറകെ പോയിട്ട് എപ്പോഴേലും കർത്താവിലേക്ക് വന്നേച്ച് തിരിഞ്ഞു വന്നതാണോ സാക്ഷ്യം, അതോ ഇതെല്ലാം ഉള്ള ദുഷ്ടലോകത്തിൽ ഇതിൻ്റെ ഒന്നും പുറകെ പോകാതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹിമ വേണ്ട സാക്ഷി? ഞാൻ വിശ്വസിക്കുന്നത് ഇതാ സാക്ഷ്യമെന്ന്. ഇതിൻ്റെ അത്ര ഒരു സാക്ഷിയില്ലെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഞാൻ ജനിച്ചത് പെന്തിക്കോസ് ഹോളിനകത്താണ്. അതുകൊണ്ട് ഈ എന്നെ എന്നും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഈ ഹോളിലെ ഈ സാക്ഷ്യത്തിനൊരു പ്രശ്നമുണ്ട്. വലിയ കാര്യമൊന്നും പറയണ്ട, ഞങ്ങൾ പിള്ളേരായിരിക്കുന്നതുകൊണ്ട് ഒരു വചനം പറഞ്ഞാൽ മാത്രം മതി. ഞാനത് ഒട്ടുമിക്ക ദിവസങ്ങളിലും കാണാതെ പഠിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് പറയാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ആളുകളുടെ മുഖം കാണുമ്പോൾ അത് തന്നെ പഠിച്ചത് മറക്കും. ലളിതമായ ഭാഷ പറഞ്ഞ ബബ്ബ വെച്ച് തിരിച്ചിറങ്ങിപ്പോര്. ആളുകൾ ഈ ചിരിക്കുന്ന ഒരു ചിരിയുണ്ടേ, അത് കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് രണ്ട് ഭയമായിരുന്നു. ഒന്ന്, ഈ സ്റ്റേജ് ഫിയർ എനിക്ക് ഭയങ്കരമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് മരണവീട് ഭയങ്കര പേടിയായിരുന്നു. അച്ഛാ, ഞങ്ങളുടെ നാട്ടിലെങ്ങാനും ആത്മഹത്യ വല്ലതും നടന്നിട്ടുണ്ട്, ഒരു 4 മാസത്തേന് ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. അതുപോലെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ 11ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ തൊട്ട അന്ന് എൻ്റെ ഈ 2 ഭയങ്ങളും മാറി. അനീഷ് തോമസ് പാസ്റ്ററെ അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ പറയും ഏത് പ്രസംഗാന്നല്ലേ. ഒരു കൂട്ടർ പറയും കൺവെൻഷൻ അതാ ഇതാന്ന്. പക്ഷേ എന്നെ നന്നായിട്ട് അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ പറയും ശവോടക്കിന് പുള്ളിക്ക് 10 മിനിറ്റ് കൊടുക്ക്, അതായിരിക്കും ഏറ്റവും നല്ല പ്രസംഗമാണ്. കാര്യം എനിക്ക് ഏറ്റവും പേടിയുള്ളത് അതായിരുന്നു. അതിൻ്റെ മേലെ ദൈവം എനിക്ക് ആദ്യത്തെ ജയം തന്നത്. ഇന്ന് പകൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയാം, എന്തോ പരിമിതികൾ നിൻ്റെ ലൈഫിലുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ ആത്മാവിൻ്റെ ഒരു സ്പർശനം, ആത്മാവിൻ്റെ ഒരു എൻകൗണ്ടർ. എത്ര പേരത് കൊതിക്കുന്നുണ്ട്? യെസ്, എന്തോ പരിമിതി ഉണ്ടെങ്കിലും, ഏത് മഹാപർവ്വതം നിന്റെ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിലും ഈ 3ാമത്തെ പകൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എനിക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. പീലാത്തോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളാൽ ആവോളം അടച്ചുറപ്പിച്ചോ. ഇന്ന് പകൽ പീലാത്തോസിനെ നോക്കിക്കൊണ്ട്, യഹൂദ ജനത്തെ നോക്കിക്കൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അടച്ചുറപ്പിക്കാൻ പറ്റുന്നത് പുറത്തുനിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവശക്തി വ്യാപരിക്കുന്നത് പുറത്തുനിന്നല്ല, പുറത്തടച്ച് വെച്ചിരിക്കുന്ന ഏത് മുദ്രകളെയും പൊട്ടിക്കാൻ ഇന്ന് പകൽ അകത്തുനിന്നൊരു ശക്തി വ്യാപരിക്കും. അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് കല്ലറയുടെ വാതുക്ക വരുന്നവർക്കറിയത്തില്ല റോമാ ഗവൺമെന്റിന്റെ മുദ്രയുടെ വലിപ്പം എന്താണെന്ന്. പക്ഷെ ഒന്നെനിക്കറിയാം, ഇന്ന് പകൽ ബാഹ്യമായിട്ട് ഏത് ഇരുട്ടിന്റെ അധികാരങ്ങൾ അടച്ചു കെട്ടിയ പരിമിതികളാണെങ്കിലും അതിനെ പൊട്ടിക്കാൻ നിന്റെ അകത്തുനിന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു ദൈവശക്തി ചലിക്കാൻ പോവുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല. ആത്മനിറവുള്ളവരൊക്കെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോണം. അന്യഭാഷ പൗലോസ് പറയാ, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും. അതുകൊണ്ട് എന്നാ ഗുണം? നിങ്ങൾ ആരും കാണാത്ത ചില വെളിപ്പാടുകൾ ഞാൻ പ്രാപിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഈ വചനവുമായി കണക്റ്റഡ് ആകുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയാം, ആരുടെ മേലും പകരാത്ത ഒരത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോവുക. നിന്റെ ചില പരിമിതികളെ പൊട്ടിക്കുക. ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ആളാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ 2ാമത്തെ പ്രത്യേകത, നമ്മുടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നമ്മളെ ഒരുക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം 19-20 വാക്യം അല്ലേ? ഞാനും സിൽവാനോസും തീമോത്തിയോസും നിങ്ങളുടെ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കലും ഒന്നും മറ്റൊരിക്കലില്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറക്കെ പറ,
എത്രയുണ്ടെങ്കിലും അവനിലൂ വന്നത്രേ. സാഹചര്യത്തിനനുസരിച്ച് വാക്കുമാറ്റുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? വാഗ്ദത്തത്തെ ദൈവം എങ്ങനെ പൂർത്തീകരിക്കുന്നത്? 2 പത്രോസ് 1:3-4 ശബ്ദം ഉയർത്തി പറ. 2 പത്രോസ് 1:3-4 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ തന്റെ ഹിസ് ഓൺ ഗ്ലോറി, അവന്റെ മഹത്വം. കാനാവിലെ കല്യാണ വീട്ടിൽ കണക്കൂട്ടൽ തെറ്റിയ വിഷയത്തിന്റെ മേൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്ന് പകൽ ദൈവം ഒരു വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുമ്പോൾ അതിനകത്ത് തന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ പരിമിതികളെ ജയിക്കാൻ പ്രാപ്തനാക്കുന്ന ആളാ പരിശുദ്ധാത്മാവ്. വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് തരുന്ന വാഗ്ദത്തത്തിനകത്തെല്ലാം ഒരു മഹത്വമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുമ്പോൾ അതിനെന്തുണ്ട്? പറ, മഹത്വമുണ്ട്. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് മഹത്വം വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങളായത്. കാരണം ഈ കോൺഫറൻസിൻ്റെ അകത്ത് എനിക്ക് ഉറപ്പാ, നിയന്ത്രണങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പോകുകയാ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യും? പരിമിതികളെ ജയിക്കാൻ പ്രാപ്തരാക്കും, വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ സഹായിക്കും. പിന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, തിരുവഴുത്തുകളുടെ ആഴം നമുക്ക് തെളിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നാലാമത്തെ കാര്യം, യേശു ചെയ്തതുപോലെ എല്ലാം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തനാക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. അഞ്ചാമത്തെ കാര്യം, പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ നമ്മുടെ മേൽ തിരിച്ചറിവുകളെ തരുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ആറാമത്തെ കാര്യം, കർത്താവിൻ്റെ മണവാട്ടിയായി നമ്മെ ഒരുക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ഏലിയാസർ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പോന്ന ആളാണ് അല്ലേ? ഇസഹാക്കിന് വേണ്ടി കന്യകയെ തേടി പോന്നതാണ്. റിബേക്കയെ കണ്ടുപിടിച്ചു. ഈ റിബേക്കയോട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ പൊന്നു റിബേക്കെ, നീ ഏലിയാസറിന് ഗൂഗിൾ മാപ്പ് കാണിച്ചു കൊടുക്കാൻ പോവല്ലേ. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ കുഴപ്പം, നമ്മൾ ഏലിയാസറിന് എന്ത് കാണിച്ചു കൊടുക്കുക? പുള്ളി ഇങ്ങോട്ട് വന്ന ആളല്ലേ, വഴി അറിയാമല്ലോ, പുള്ളി അങ്ങോട്ടങ്ങ് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നവരുമുണ്ട്, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നവരുമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നവരാണോ, അതോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ കൊതിക്കുന്നവരാണോ? ഷാധാരാധര പഠിപ്പിക്കരുതേ. പെന്തക്കോസ്ത് സഭകളോട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിനെ വഴിപഠിപ്പിക്കാൻ നിൽക്കരുതേ. പരിശുദ്ധാത്മാവിനെ വഴിപഠിപ്പിക്കാൻ തുരിഞ്ഞിട്ടുള്ള ആരും എത്തേണ്ടിടത്ത് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ ആലോചനയ്ക്കനുസരിച്ച് നമുക്ക് പോകാം. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, ടീച്ച് യു ഓൾ തിങ്സ്. ഇനി അടുത്തത് പറയാ, റിമൈൻഡ് യു ഓഫ് എവരിത്തിങ്. നിങ്ങളെ ഓർമ്മിപ്പിക്കും. എന്താ ഓർമ്മിപ്പിക്കുന്നത്? അതുകൊണ്ട് 4 കാര്യമാണ്. ഒന്ന്, യുവർ ഐഡന്റിറ്റി. നിങ്ങൾ ആരാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. യു ആർ നോട്ട് സ്ലേവ്സ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ അടിമകളല്ല, നമ്മൾ മക്കളാ. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഐഡന്റിറ്റി മാത്രമല്ല, യുവർ അതോറിറ്റി. നിങ്ങളുടെ അധികാരം എന്താണെന്ന് ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പറ. സ്തോത്രം. അപ്പോ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ. അപ്പം ഐഡന്റിറ്റി എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. ഐഡന്റിറ്റി പോലെ തന്നെ അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, റിമൈൻഡ് ഓഫ് അവർ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. 2 കൊരിന്ത്യർ 5:20 പറയാ, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട്. ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന 4ാമത്തെ കാര്യം, നമ്മളോടുള്ള ദൈവത്തിൻ്റെ കവനന്റ് ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും.
അധികാരം, ഐഡൻറ്റിറ്റി, ഉത്തരവാദിത്വം, എല്ലാറ്റിലുപരി ഉടമ്പടി. ഇതിനെയെല്ലാം ഓർമ്മിപ്പിക്കുന്നയാളാ പരിശുദ്ധാത്മാവ്. ചേർന്ന് നടക്ക്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്ക്. ഓരോ സെഷൻ കഴിയുമ്പോഴും നമുക്ക് തീരുമാനിക്കാം, ആത്മാവിൻ്റെ ചൂടനുഭവിച്ചറിയുന്ന ആത്മാവിന് എത്ര പേരത് കൊതിക്കുന്നുണ്ട്. ഷാധാരാധരവരവര. ഒരു നിമിഷം ഒന്ന് ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പറയാവോ, എനിക്ക് ഈ ആത്മാവിനോടൊന്ന് ചേർന്ന് നടക്കാൻ കഴിയുന്ന ഞാൻ തമിഴ്നാട്ടിൽ ഒത്തിരി പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ തമിഴിൽ നിന്ന് കുറേയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു വാക്യമുണ്ട്, കർത്തൃദിവസത്തിൽ ആത്മവിവേശനായ എന്ന മലയാളത്തിലാണ് വാക്യം. പക്ഷേ അത് തമിഴിൽ ഇങ്ങനെയാണ് എഴുതുന്നത്, കർത്തൃക്ക് നാളിൽ ഞാൻ ആവിക്കുള്ളനായേ, കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൻ്റെ ഉള്ളിലായി. സ്തോത്രം. ആത്മാവിൻ്റെ മണ്ട കയറാൻ പോകരുതേ, ആത്മാവിൻ്റെ ഉള്ളിലോട്ട് ഒതുങ്ങിക്കൊടുക്ക്. ആത്മാവിൻ്റെ ഉള്ളിലോട്ട് ഒതുങ്ങിക്കൊടുത്താൽ ഒരപ്പൂപ്പന്താടി പറക്കുന്നത് പോലെ നിന്നെക്കുറിച്ചുള്ള ചില നിയോഗങ്ങളിലേക്ക് കൺട്രോളില്ലാതെ കൊണ്ട് എവിടെയെങ്കിലും ഇടിപ്പിക്കുമെന്നല്ല, എത്തേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക്. എനിക്കറിയാം ഈ യോഗത്തിനകത്ത് ചില ദൈവമക്കൾ ഇരിപ്പുണ്ട്, അസാധാരണമായ കൊതിയോടെ ദൈവമക്കൾ ഇരിപ്പുണ്ട്. നിങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് ഒരു പ്രവർത്തി ചെയ്യാനുണ്ട്. യെസ്, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുക, പുതിയതൊന്ന് ദൈവം നിങ്ങളിൽ ചെയ്യും. അത് സൈന്യത്താൽ അല്ല. ഈ പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ശത്രു നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിനകത്തുണ്ട്. സഖറിയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം. 1-ാം അധ്യായം 15-16 വാക്യം. സഖറിയാവ് 1:15-16 എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്ഥൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം ഇവരോട് പറഞ്ഞത് ഒരു ചെറിയ അടി കൊടുക്കാൻ. പക്ഷെ ഇവരെന്നെ എടുത്തെന്നറിയോ, നമ്മുടെ ലളിതമായ നാടൻ ഭാഷയെ പറഞ്ഞാൽ കാലെ പിടിച്ച് നിലത്തടിച്ച് ഇസ്രായേൽ. ആര്? ബാബേൽ. ദൈവരോട് പറഞ്ഞ ഒരു ബാലശിക്ഷ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇവന്മാരെല്ലാം കൂടെ കാലെ പിടിച്ച് എന്ത് ചെയ്തു? തറയിൽ അടിച്ചു. ദൈവം പറയാ, ഞാൻ വിടത്തില്ല, എൻ്റെ ജനത്തെ കഷ്ടപ്പെടുത്തിയവനെ. ഈ ശത്രുവിനൊരു ചിന്തയുണ്ട്. എന്താ ശത്രുവിൻ്റെ ചിന്ത? ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ ക്യാൻ, വാട്ട് എവർ ഐ വാണ്ട്, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്. എൻ്റെ മനസ്സിൽ ചിന്തയുള്ളതല്ല ഇവരുടെ മേലങ്ങ് ചെയ്യാന്ന സാത്താൻ്റെ ധാരണ. പക്ഷേ ദൈവം പറയാ, യു ഹാവ് ക്രോസ് മൈ ലിമിറ്റ്. നീ എൻ്റെ പരിമിതി ലംഘിച്ചു. ഞാനിട്ട വര നീ എന്ത് ചെയ്തു? മറികടന്നു. അപ്പം ദർ ഇസ് എ ലിമിറ്റ്. നമ്മൾ ചുമ്മാതുള്ളവരല്ലല്ലോ. നമ്മൾ ഏറ്റവും വലിയ ഇൻഷുറൻസ് കിട്ടിയിരിക്കുന്ന ആർക്കാ? നമുക്ക്. അത് കാനഡയിലെ ഇൻഷുറൻസ് ഒന്നുമല്ല. എൻ്റെ തലയിലെ മുടി വരെ എണ്ണി വെച്ചിരിക്കുക. രാവിലെ ഞാനിങ്ങോട്ട് പ്രസംഗിക്കാൻ പോരുന്നതിന് മുമ്പ് ഫ്രഷ് ആകുന്നതിന് മുമ്പ് പാസ്റ്ററെ 1,85,533 മുടിയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. അത് ചീകി കഴിഞ്ഞപ്പോൾ 3 പൊഴിഞ്ഞു പോയി. അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ചാ കർത്താവ് എന്നെ ഇവിടോട്ട് വിട്ടിരിക്കുന്നത്. പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ലല്ലോ. തലയിലെ മുടിയുടെ എണ്ണ. അയ്യോ, കർത്താവ് ചോദിക്കുന്നു, ബൈബിൾ ചോദിക്കുന്ന വലിയൊരു കരുതലിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു പെറ്റതള്ള തൻ്റെ കുഞ്ഞിനോ മറക്കുവോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാട്ടാതെ അവളും മറന്നാലും. ഈ സാധാരണ അമ്മയല്ല, പ്രസവിക്കുന്ന അമ്മ. ഈ നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രസവ വേദനയൊക്കെ കുറയ്ക്കാൻ ഇഞ്ചക്ഷനുണ്ട്. കാനഡയിലൊക്കെ അതുകൊണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നാട്ടിലൊക്കെ എന്നെയൊക്കെ പ്രസവിച്ച് നമ്മുടെ അമ്മമാരോട് ചോദിച്ചാൽ അവർ പറയും, അവരെല്ലാം സ്വാഭാവിക പ്രസവം അനുഭവിച്ച് അല്ലേ? സ്വാഭാവിക പ്രസവം. ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദനയുടെ അളവ് എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും 47 യൂണിറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
48 യൂണിറ്റ് വേദന വന്ന ആളിൻ്റെ ബോധം പോവും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ഞാൻ നോക്കി നിന്നപ്പോഴേ ആയിരുന്നു അപകടം, അപ്പോഴേ ആളിൻ്റെ ബോധം പോയി. കാര്യം എന്നാ? എത്ര യൂണിറ്റ് വേദനയാ? 48. അപ്പോൾ പക്ഷേ ഒരമ്മ പ്രസവിക്കുമ്പം സ്വാഭാവിക പ്രസവത്തിൽ മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ 10 യൂണിറ്റ് കൂടെ കൂടുതൽ വേദനയാണെന്നാണ് പറയുന്നത്. താങ്ങാവുന്നത് 47 ആണെങ്കിൽ അനുഭവിക്കുന്നത് എത്ര? 57 ആണോ? 57. അതിന് ഒരു അനുമാന കണക്കുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ 20 പച്ച അസ്ഥികൾ ഒരുപോലെ ഒടിയുകയോ അതിൻ്റെ സ്ഥാനം തെറ്റുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണെന്ത്? പ്രസവവേദന. സ്തോത്രം. ഈ സമയത്ത് അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? നിങ്ങളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കാർക്കും ഒരു പരിചയം വേണ്ട, പറയണ്ട, ഞാൻ തന്നെ പറയാം. ഏതായാലും ഞാനിവിടെ വന്നിരിക്കുന്നത് പറയാനാണല്ലോ. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പൻ. 3 പ്രാവശ്യം എൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, എടി വേദന എന്തോ ചോദ്യം മനുഷ്യൻ നിങ്ങൾ ചോദിക്കുന്നത്, വേദന ഉണ്ടാകുന്ന. അപ്പം ഞാൻ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം, ബോധമൊന്നും പോത്തില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ എന്തായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന? അന്നേരം അവൾ പറയാം, ചിന്തിക്കാൻ പറ്റിയ സമയം അത്. എന്നാലും ചിന്തിക്കുന്നത് കുഞ്ഞാണാണോ പെണ്ണ? കൊച്ച് കരയുന്നുണ്ടോ? അല്ലേ? കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്കറിയാം ഇത് കൊച്ചിൻ്റെ ഇതിനായി അമ്മ മനസ്സെന്ന് പറയുന്നത്, അല്ലേ? കുഞ്ഞ് കരഞ്ഞില്ല, അമ്മയ്ക്കറിയാം കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അമ്മയുടെ ആദ്യത്തെ ചിന്ത കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത കുഞ്ഞാണാണോ പെണ്ണാണോ? ഇതിനായി അമ്മ മനസ്സെന്ന് പറയുന്നത്. അമ്മ മനസ്സെന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ, സീരിയലൊന്നും അല്ല അമ്മ മനസ്സ്. ഈ സാധനത്തിൻ്റെ പേര് അമ്മ മനസ്സ് കേട്ടോ. ഇങ്ങനെ പ്രസവിക്കുന്ന അമ്മ മറക്കുമോ? അയ്യോ, മനോരമ ഞാൻ കണ്ടു, മറക്കുകയും വിൽക്കുകയും പിന്നെ തിരിച്ചു മേടിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ് ഇപ്പൊ പത്രത്തിലൊക്കെ പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അമ്മ മറന്നാലും നിന്നെ മറക്കാത്ത ഒരു ദൈവം നിന്റെ ദൈവം. അവൻ നിനക്കൊരു ലിമിറ്റ് വെച്ചിട്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ അഭിമാനത്തോട് അയ്യോ, അതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ആരോപക കുന്നിൽ നിന്നുകൊണ്ട് അതേന പുരുഷന്മാരോട് സംസാരിക്കുമ്പം നമ്മുടെ ദൈവത്തിന്റെ സപ്തസവിശേഷതകൾ 7 വിശേഷതകളാ പൗലോസ് പറഞ്ഞു വരുന്നത്, അല്ലേ? അതിനകത്ത് ഒന്നാമത് പറയുന്ന വിശേഷതയാ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെ വിശേഷത. ഉറക്കെ പറ, ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. ശബ്ദം ഉയർത്തി പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഉറക്കെ പറ, ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. ഇച്ചിരിയുടെ ശബ്ദം ഉയർത്തി പറയാൻ പറ്റുന്നവർ ആ ശബ്ദം ഉയർത്തി പറ, ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. സ്വത്രം. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയത്. എനിക്കൊരു 3 ദിവസം കൂടെ കോൺഫറൻസ് നിങ്ങൾ തരണം, എന്നാലും ഞാൻ കൊണ്ടുവന്ന വിഷയം തീരത്തുള്ളൂ. ഇച്ചിരി പോയാലൊന്നും കുഴപ്പമില്ലല്ലോ ഇന്ന്. ഇല്ല, പോകത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാനൊരു പുസ്തകം വായിച്ചേ. ആ പുസ്തകത്തിനകത്തൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ നടന്ന സംഭവം. കുറേ പിള്ളേരെല്ലാം കൂടെ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡ് ഒട്ടിച്ചു വെച്ചു. എഴുതി വെച്ചിരിക്കുക, സമയത്ത് പ്രസംഗിച്ചു തീർക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് പിന്നീട് വീണ്ടും വരാമെന്ന്. അപ്പൊ പിന്നെ ഞാൻ വിടുവോ? പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലോകവും അതിലുള്ളതൊക്കെ. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലുപ്പം ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ശാസ്ത്രം ഇന്ന് വരെ ഓരോ ദിവസവും അതിൻ്റെ വലുപ്പം കൂടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശാസ്ത്രം കണ്ടെത്തിയത്, ശാസ്ത്രത്തിൻ്റെ അളവാണ് അത് തെറ്റാ. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ്, അല്ലേ? 93 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതാ മഹാപ്രപഞ്ചം. അതിനകത്ത് ഭൂമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലെ 9.5 കോടി മൈലാണ്, അല്ലേ? സൂര്യൻ്റെ വലിപ്പം 8,64,000 മൈൽ വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്നത് ആ സൂര്യൻ. തൊട്ടപ്പുറത്ത് 3,474 മൈൽ വ്യാസമുള്ള ചന്ദ്രൻ. എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ പ്രസവിക്കുന്ന 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടയിൽ പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയൊക്കെ ഉളവാകട്ടെന്നൊരൊറ്റ വാക്കിനകത്ത് ഉളവാക്കിയ മഹാദൈവം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ജീവനുള്ള സത്യ
ആദ്യ ദൈവത്തെ സേവിക്കാനും ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നത് അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കര ഉയർത്തി ഉറക്കെ പറ, ഞങ്ങളുടെ ദൈവം ആരാ? ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. ഇനി അടുത്ത വാക്യം പറഞ്ഞ കേട്ടോ, എന്താ പറയുന്നത്? ലോകവും അതിലുള്ളതൊക്കെ ഉളവാക്കിയ ദൈവം. അടുത്ത കാര്യം പറയാ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അവർ ഗോഡ് ആസ് എ ക്രിയേറ്റർ. ഒന്നാമത് അവൻ സൃഷ്ടിക്കുന്നവനാ. രണ്ടാമത് അവൻ പറയാ അവർ ഗോഡ് ആസ് എ കൺട്രോളർ. അവൻ എന്ത് ചെയ്യുന്ന ദൈവമാ? നിയന്ത്രിക്കുന്ന ദൈവമാ. ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഉറക്കെ പറ, നിയന്ത്രിക്കുന്ന ദൈവം. സ്വോത്രം പറയാനല്ല ഞാൻ പറഞ്ഞത്, വാ തുറന്ന് നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറ. നിയന്ത്രിക്കുന്ന ദൈവം. ഇന്ന് പകല് വരെ വല്ലാതാഞ്ഞടിക്കുന്ന ചില കാറ്റുകളെ നോക്കിക്കൊണ്ട് അടങ്ങുക എന്ന് കൽപ്പിക്കാൻ അവനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ, എന്റെ ദൈവം നിയന്ത്രിക്കുന്ന ദൈവം, നിർമ്മിക്കുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം. അജയ അടുത്തത് പറയുന്ന കേട്ടോ, അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്നവനാ. അവർ ഗോഡ് ആസ് എ ലൈഫ് ഗിവിംഗ് ഗോഡ്. നൽകുന്ന ദൈവമാ, നിർമ്മിക്കുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം. ഉറക്കെ പറ, നൽകുന്ന ദൈവം. ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നത് കണ്ടോ, അടുത്ത വാക്യത്തിനകത്ത് അവർ 27 വാക്യം, നമ്മിൽ ആർക്കും അവൻ എന്ത് ചെയ്യത്തില്ല? അകന്നിരിക്കത്തില്ല. അവൻ അകന്നിരിക്കാത്ത ദൈവമാ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം ഇതാ, നമ്മിലാർക്കും അവൻ അകന്നിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവം മറക്കുവോ? പ്രിയപ്പെട്ടവരെ, മറക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ഉറക്കെ പറ, എന്റെ ദൈവം എന്നെ മറക്കത്തില്ല. There is a limit. നീ അനുഭവിക്കുന്നതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ശത്രുവിന് ഒരു പരിധി വരെ തുടരാൻ പറ്റത്തുള്ളൂ. ദൈവം തുറന്നു കൊടുത്ത ചെങ്കടൽ, ഇസ്രായേൽ ജനം പോരുക, ദൈവം തുറന്നു കൊടുത്തതാ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, നടുഭാഗം വരെ ദൈവം തുറന്നു കൊടുത്തതാണേലും ആര് വന്നു? പറവോൻ വന്നു. പക്ഷേ കാരണം എന്നാ? ലിമിറ്റ് അവിടെ വരെയാ. ഇന്ന് പകൽ വിശ്വസിച്ചോണം, നീ അനുഭവിക്കുന്ന കഷ്ടത തീരാൻ സമയമായി. നീ അനുഭവിക്കുന്ന വേദന തീരാൻ സമയമായി. നിന്റെ രോഗത്തിന്റെ മേലുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കാനുള്ള സമയമായി. അവന്റെ ലിമിറ്റ് കഴിഞ്ഞു. യിരെമ്യാവ് 50:29 ബാബേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. യിരെമ്യാവ് 50:29 എന്താ എഴുതിയിരിക്കുന്നത്? യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. യെസ്, ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവീൻ, വില്ലുകുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിൻ്റെ നേരെ ചുറ്റും പാളയം ഇറങ്ങുവീൻ. ആരും അതിൽ നിന്ന് ചാടിപ്പോകരുത്. അതിൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പീൻ. അത് ചെയ്തതുപോലൊക്കെയും അതിനോട് ചെയ്യുവീൻ. അത് ഇസ്രയേലിൻ്റെ പരിശുദ്ധനോട് അഹങ്കാരം കാണിച്ചിരിക്കുന്നു. ദൈവം പറയാ, ഇനഫ്, മതി. ബാബേലിനെ മറിച്ചിടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ബാബേൽ ആരാ? യെശയ്യാ 13:19 പറയുക, കൽദയപുരത്തിൽ ഇരുട്ടത്ത് പോക, നിന്നെ മിണ്ടാതിരിക്ക, നിന്നെ ഇനിയും രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല. അപ്പൊ തന്നെ ഈ യെശയ്യാ 13:19 രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ. യെശയ്യാവ് 47:5 കൽദയപുത്രി മിണ്ടാതിരിക്ക, ഇരുട്ടത്ത് പോക, നിന്നെ ഇനിയും രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല. യിരെമ്യാവ് 51:7 യഹോവയുടെ കയ്യിലെ പൊൻപാത്രമായിരുന്നു ബാബേൽ. സ്തോത്രം. അപ്പൊ കണ്ടോ, രാജ്യങ്ങളുടെ തമ്പുരാട്ടി, ഈ ദൈവത്തിന് സ്തോത്രം, കൽദയരുടെ പ്രശംസാലങ്കാരം, യഹോവയുടെ കയ്യിലെ പൊൻപാത്രം. അങ്ങനെയൊക്കെ പറയാൻ കാരണമുണ്ട്. എന്താ പ്രത്യേകത? 87 അടി ഘനം ഉള്ള സമചതുരാകൃതിയിലുള്ള ഒരു ഉയർന്ന ഗോപുരം,
അതിൻ്റെ ഉള്ളിൽ 225 ചതുരശ്ര മൈലുള്ള ഒരു പൂന്തോട്ടം, അതിൻ്റെ അപ്പുറത്ത് 60 മൈൽ വീതിയുള്ള കിടങ്ങുകൾ, അതിനുശേഷം 60 മൈൽ നീളമുള്ള പുറംകോട്ട. ഇതിൻ്റെ എല്ലാം അകത്ത് ചിട്ടപ്പെടുത്തിയ സംവിധാനമാ ബാബേൽ. പക്ഷെ ദൈവം തീരുമാനിച്ചു ഇതിനെ മറിച്ചു കളയാൻ. കാരണം ദൈവജനത്തിന് നേരെ നിന്നതിനെ മറിച്ചു കളയാൻ. ഓ ശകന, ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ഇന്നലകളിൽ നിനക്കെതിരെ നിന്ന ദേശശക്തിയെ, ഇന്നലകളിൽ നിനക്കെതിരെ നിന്ന ചിലതിനെ ഇന്ന് പകൽ മറിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചിരിക്കുക. അന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അന്ന പ്രാർത്ഥിക്കുക. 1 ശമൂവേൽ 2:4 വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകും, ഇടറിയവരോ ബലം ധരിക്കും. ഇന്ന് പകൽ നിന്നെ മുന്നേറാൻ അനുവദിക്കാതെ നിനക്കെതിരെ കണക്ക് കൂട്ടിയ ശകൽ ഘടകനാധരാധര പരിശുദ്ധാത്മാവന്റെ പ്രാർത്ഥനാ മുറിയിൽ ശക്തമായി ഇടപെട്ട് ഒരു ദൂതുണ്ട്. ആണ്ടും ഡേറ്റും മണിക്കൂറും തീയതിയും ഒക്കെ ഹാമാൻ കുറിച്ചു വെക്കുമ്പോ ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ മറിച്ചു കളയാൻ. ഓ കാനഡയിലുള്ള ദൈവസഭകളോട് എനിക്കിന്ന് പകൽ ആത്മാവി പറയാനുള്ള ദൂത, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സഭയ്ക്കും ശുശ്രൂഷയ്ക്കും എതിരെ ശത്രുവിട്ട പരിമിതികളെ ഈ പകൽ സ്വർഗം അപ്സൈഡ് ഡൗൺ മറിച്ചു കളയുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്നത്തെ പകൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയി നിങ്ങളോട് പറയാൻ ദൈവം ഇടപെട്ട വാക്യം എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യമാണ്. എല്ലാവരും ആ വാക്യം എടുത്ത്. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്ന് ആശിച്ചത്. ഉറക്കെ പറ ആ വാക്ക്, എല്ലാവരും ചേർന്ന് പറ. ആശിച്ചത്. അടുത്ത വാക്യം, ആശിച്ചത് നേരെ. ശബ്ദം ഉയർത്തി പറ. ആശിച്ചത് നേരെ. ഇന്ന് പകൽ ശത്രുവിന്റെ ചില പദ്ധതികളെ സ്വർഗം നേരെ മറിക്കാൻ പോകുന്ന സമയമായത്. ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു വെച്ച ചില ആ ലിമിറ്റ് ദൈവം പറഞ്ഞത് ക്രോസ് ചെയ്തെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽ ചിലതിനെ ദൈവം നേരെ Yes, the Lord turned everything upside down. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം സകലത്തെയും നേരെ മറിക്കുന്ന ദൈവമാ. ശത്രുവിന്റെ ചില ആശകൾ എന്തോ പരിശുദ്ധാത്മാവനോട് ശക്തമായി ഇടപെടുകയാ. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു വെച്ച ചില ആശകളെ ഇന്നത്തെ പകൽ സ്വർഗം നേരെ മറിക്കാൻ പോവുകയെന്ന് ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഉറക്കെ പറ. ഇത് ചിലത് നേരെ മറിയുന്ന പകല. എത്ര അടച്ചുറപ്പോട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ശക്തമായ ദൈവാത്മാവനോട് സംസാരിക്കുന്ന കാര്യമാ. ഇന്ന് പകല് ചിലത് നേരെ മറിയും. ചിലത് നേരെ മറിയും. ന്യായാധിപന്മാര് 16:30 ശിംശോനയിട്ട് കളിപ്പിച്ച ദാഗോനില്ലേ, ഒന്ന് ദിനവൃത്താന്തം 10:10 ശൗലിനെ കൂട്ടരെ ഒതുക്കിയ ദാഗോന്യ ശക്തിയില്ലേ, ഇന്ന് പകൽ ആ ദാഗോന്യ ശക്തിയെ നേരെ മറിക്കാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയമായത്. 1 ശമൂവേൽ 5:1 ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ എബനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ അസ്തോദ്യർ എഴുന്നേറ്റപ്പോ ചേർന്ന് പറ, ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ
BC 2500 മുതൽ ആരാധന സ്വീകരിക്കുന്ന ഒരു പാഗൻ ഗോഡ ദാഗോൻ. ദാഗോൻ പെട്ടകത്തിന്റെ മുമ്പിൽ ആദ്യം വീണു. അവരന്നേരം എന്നെ അടുത്തെന്നറിയോ? ആദ്യം വീണപ്പോ അവന്റെ കൈപ്പത്തി മുറിഞ്ഞു. അപ്പൊ അവരെന്നെ അടുത്തെന്നറിയോ? അവനെ പുനഃപ്രതിഷ്ഠ ചെയ്തു വെച്ചു. സംഭവിച്ചതെന്താ? രണ്ടാമത് പുനഃപ്രതിഷ്ഠ ചെയ്തു നിൽക്കുന്ന ചിലത് വീണു. അപ്പൊ കൈപ്പത്തി അല്ല മുറിഞ്ഞത്, ഉറക്കെ പറ, തല. ഇന്ന് പകൽ ചിലതിന്റെ തല തകരുന്ന പകലായത്. നേരെ സ്വർഗം ചിലതിനെ മറിക്കാൻ പോവുക. PCIC കോൺഫറൻസിൽ ഞാൻ ഉറപ്പു തരാം, സഭ വളരാതിരിക്കാൻ, ശുശ്രൂഷ മുന്നോട്ട് പോകാതിരിക്കാൻ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒരുക്കി വെച്ച ചില പദ്ധതികളെ ഇന്നത്തെ പകൽ സ്വർഗത്തിലെ ദൈവം നേരെ അപ്പുറത്തിരിക്കുന്നവരോടെ കരം ഒന്ന് കൊടുത്ത ചൊറക്കെ പറ, നേരെ മറിയുമെന്ന് പറ, വിശ്വസിച്ചോളാൻ പറ. നേരെ ഞാൻ ചുമ്മാ അത് ആക്ഷൻ കാണിക്കുകയല്ല, ആത്മാവനോട് ശക്തമായി ഇടപെടുക. പക്ഷെ നേരെ മറിയുക ഇന്ന് പകൽ. ചിലത് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ ശത്രുവിട്ട ചില അതിരുകൾ ഇന്നത്തെ പകൽ യേശുവിന്റെ ഈ ദാഗോന്റെ തലയും കൈപ്പത്തിയും മുറിഞ്ഞു. കാലിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ദാഗോൻ ഒരു മത്സ്യകന്യകയായിരുന്നു. വാലെ കുത്തി നിൽക്കുന്ന ഒരു ശക്തി. അവിടോട്ടാ പീലിപ്പോസിനെ ദൈവം അയച്ചേ. പീലിപ്പോസിനെ ആത്മാവ് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പറ. അസ്തോദിൽ. ഫെലിസ്ത്യര് ദാഗോന്റെ ക്ഷേത്രത്തിൽ അസ്തോദിക്കൊണ്ടാണ് വെച്ചതല്ലേ. അസ്തോദിൽ ഇപ്പോഴും ഒരു ചെറിയ കുണ്ടാമണ്ടി നിപ്പുണ്ട്. എന്താ പ്രത്യേകത? ആരെങ്കിലും ചെല്ലുവാണ് കാലെ തട്ടാൻ നിൽക്കുന്ന ഒരു ശക്തി. പക്ഷേ പീലിപ്പോസിനോട് ദൈവം പറഞ്ഞു, ഇന്നലെ അന്യാരാധനയുടെ കേന്ദ്രമായിരുന്ന ഇവിടെ നാളെ നീ സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഇടത്തോട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവുക. എങ്ങനാ കൊണ്ടുപോകുന്നത്? നടത്തിക്കൊണ്ടല്ല പോകുന്നത്. ഉറക്കെ പറ. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഈ പകലൊരു ഷിഫ്റ്റിംഗ് ആത്മാവിനാൽ പ്രതീക്ഷിക്കുന്ന എത്ര ദൈവമക്കൾ. എന്റെ ദൂതി പകലത്തെ തീരുക. ദൈവാത്മാവ് നിന്നെ പൊക്കിയെടുക്കാൻ പോവുക. മുന്നേറ്റം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒരുക്കി വെച്ച ചില പദ്ധതികൾ നേരെ മറിയുന്ന ഒത്തിരി കുടുംബങ്ങളിൽ അത്ഭുതം നടക്കുന്നു. ഒത്തിരി പ്രിയപ്പെട്ടവരിൽ അത്ഭുതം നടക്കുന്നു. ശത്രുവിന്റെ ചില പദ്ധതികൾ ഇന്നത്തെ പകൽ നേരെ 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 മറിയും. വിശ്വസിച്ചോ? സാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് പകൽ കുടുംബങ്ങളിൽ നടക്കാൻ പോവുക. ശക്തമായ ദൈവിക അധികാരം ചലിക്കുക ബ്രദറെ. ഇന്ന് പകൽ ചിലത് നേരെ മറിയാൻ പോവുക. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ആണ്ടും ഡേറ്റും മണിക്കൂറും തീയതിയും കഴുകുമരം ഒരുക്കി വെച്ച ചില സാമാന്യ പദ്ധതികളെ ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ നിമിഷമാ. ഇതൊരു ദൈവിക അധികാരത്തിന്റെ നിമിഷമാ. ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യക്തികളെ തൊടുക.